ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ്. അതായത് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ടൊരു ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് 1978 ആദ്യമായിട്ടൊരു ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് എപ്പോഴാണ്? 1978 1978 രൂപീകൃതമായിട്ടുള്ള ന്യൂനപക്ഷ കമ്മീഷൻ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിരുന്നു. എന്താണ്? ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു 1978 ഫോം ചെയ്ത മൈനോറിറ്റി കമ്മീഷൻ. അപ്പോൾ ആദ്യമായിട്ടൊരു ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് 1978 അതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. ഓർത്തിരിക്കുക. MR മസാനി ആയിരുന്നു ഈ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ആരാണ്? MR മസാനി. MR മസാനി ആയിരുന്നു 1978 ഫോം ചെയ്ത നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള ആ ഒരു ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് MR മസാനി ആയിരുന്നു. ഈ MR മസാനിക്ക് ശേഷം MRA അൻസാരി ചെയർമാനായി. ആരാ? MRA അൻസാരി. അതിനുശേഷം MR മസാനിക്ക് ശേഷം MRA അൻസാരി ചെയർമാനായി വന്നു. അതിനുശേഷം 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആക്ട്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആക്ട് 1992 അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആക്ട് പ്രകാരം 1992 ഈ ഒരു ആക്ടിനനുസരിച്ച് 1993 മെയ് മാസം 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്നു. അപ്പോൾ ഒരു ആക്ടിനനുസരിച്ച് നിലവിൽ വന്നത് എന്നാണ്? 1993 മെയ് 17 ആ ഒരു ആക്ട് 1992 ആക്ടാണ്. അതാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആക്ട്. അപ്പോൾ ഈ ആക്ട് മുഖാന്തരം വന്ന ഈ ഒരു ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് നിലവിൽ വന്നത്. അതാണ് 1993 മെയ് 17. പറഞ്ഞ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ആദ്യമായിട്ടൊരു ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാപിതമാകുന്ന 1978 അതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. കാര്യം ആക്ട് അനുസരിച്ചിട്ടൊന്നും അല്ലായിരുന്നു അത് ഡെവലപ്പ് ചെയ്ത്. അന്നത്തെ ചെയർമാനായിരുന്നു ആര്? MR മസാനി ആയിരുന്നു. അദ്ദേഹത്തിന് ശേഷം അത് MRA അൻസാരി ചെയർമാനായി മാറി. 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആക്ട് മുഖാന്തരം 1993 മെയ് 17 എന്താണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് നിലവിൽ വന്നു. ചെയർമാൻ ഉൾപ്പെടെ 7 പേര്. ഓർത്തിരിക്കുക, ചോദ്യം വരും. ചെയർമാൻ ഉൾപ്പെടെ 7 പേരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ. അപ്പോൾ ഇതിൽ ആകെ അംഗസംഖ്യ എത്രയെ ചോദിച്ചാൽ എന്താ പറയുക? 7 പേര്. ചെയർമാൻ ഉൾപ്പെടെ 7 പേരാണ് ഇതിലെ ടോട്ടൽ അംഗസംഖ്യ എന്ന് പറയുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷമാണ്. 3 വർഷമാണ് ഇവരുടെ കാലാവധി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. ചെയർമാൻ ഉൾപ്പെടെ 7 പേരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ ആകെ അംഗങ്ങളെ. എത്രയാണ് ഇവരുടെ കാലാവധി? 3 വർഷമാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെ ചോദിച്ചാൽ എന്താ പറയുക? ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലെ എവിടെയാണ്? ലോക് നായക് ഭവൻ. ലോക് നായക് ഭവനാണെന്ത്? ലോക് നായക് ഭവനാണ് ഇതിൻ്റെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലെവിടെയാണ് അത്? ലോക് നായക് ഭവനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ്റാണ് എന്തിനെ? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങൾ. ഓർത്തിരിക്കുക, ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണ്. കമ്മീഷൻ അംഗസംഖ്യ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലെ ലോക് നായക് ഭവനാണ്. ആരാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ഏതൊക്കെയാണ്? ക്രിസ്ത്യൻസ്, ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ, മുസ്ലിം, ക്രിസ്ത്യൻ, അതുപോലെ തന്നെ മുസ്ലിം, ക്രിസ്ത്യൻ, അതുപോലെ തന്നെ മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ, അതുപോലെ തന്നെ മുസ്ലിം, സിഖ്, ബുദ്ധ, ക്രിസ്ത്യൻ, അതുപോലെ തന്നെ മുസ്ലിം, ബുദ്ധ, സൊറാസ്ട്രിയൻസ്. ഇനി 5 മതങ്ങളായിരുന്നു ന്യൂനപക്ഷ വിഭാഗത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ എന്താ പറയുക? അത് ക്രിസ്ത്യൻ ഉണ്ട്, അതുപോലെ തന്നെ സിഖ് ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, അതുപോലെ തന്നെ സിഖ് ഉണ്ട്, മുസ്ലിം ഉണ്ട്, ബുദ്ധമതമുണ്ട്, അതുപോലെ തന്നെ സൊറാസ്ട്രിയൻസ്. ഏതാണ്? സൊറാസ്ട്രിയൻസ്
സൊറാസ്ട്രിയൻസ് ഒക്കെ. എന്നാൽ 2014 ജൈനമതത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് എന്നാണ്. 2014 ജൈനമതം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, 6 ന്യൂനപക്ഷ മതവിഭാഗങ്ങളുണ്ട്. അപ്പോൾ 6 ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ഒന്ന് ക്രിസ്ത്യൻസ്, 2 മുസ്ലിം, 2 മുസ്ലിം, 3 ഓക്കെ, 1 ക്രിസ്ത്യൻ, 2 ഓക്കെ മുസ്ലിം, 3 സിഖ് എന്ന് പറഞ്ഞത് 4 ബുദ്ധ, ഓക്കെ 4 ബുദ്ധ, 5 സൊറാസ്ട്രിയൻ, ഓക്കെ ക്രിസ്ത്യൻ, ഓക്കെ മുസ്ലിം, സിഖ്, ബുദ്ധ, സൊറാസ്ട്രിയൻസ്. 5 എന്ന് പറഞ്ഞത് 2014 ഓക്കെ ഈ ന്യൂനപക്ഷ മതത്തിലേക്ക് എത്തിയതാണ്. ഏത് ജൈനമതം. ഓക്കെ, ജൈനമതം എന്ന് പറഞ്ഞത് ഓർത്തിരിക്കുക. ഇനി മുസ്ലിം വിഭാഗങ്ങളോടുള്ള സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി 2005 നിയമിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഓക്കെ രജീന്ദർ സച്ചാർ കമ്മിറ്റി. ഓക്കെ രജീന്ദർ എന്താണ്? ഓക്കെ രജീന്ദർ സച്ചാർ കമ്മിറ്റി. എന്തിനെക്കുറിച്ചാണ്? മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി 2005 നിയമിതനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് രജീന്ദർ സച്ചാർ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ പിന്നെന്താ നമ്മൾ പറയാനുള്ളത്? ഓക്കെ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ വകുപ്പ് ഏതാ ചോദിച്ചാൽ എന്താ പറയുക? അത് ആർട്ടിക്കിൾ ഓക്കെ അത് ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ വകുപ്പ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 29 എന്ന് പറഞ്ഞത്. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് അവകാശം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാ ചോദിച്ചാൽ എന്താ പറയുക? അത് ആർട്ടിക്കിൾ ഓക്കെ 30 ഓക്കെ എന്താണ്? മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് അവകാശം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ഇത് ആർട്ടിക്കിൾ 30 ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ 2004 ഒക്ടോബർ 29 നാഷണൽ കമ്മീഷൻ ഫോർ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് രൂപം കൊണ്ടത്. അപ്പോൾ 2004 ഒക്ടോബർ 29 എന്നാണ് 2004 ഓക്കെ ഒക്ടോബർ മാസം 29 2004 ഒക്ടോബർ മാസം 29 നാഷണൽ കമ്മീഷൻ ഫോർ ലിംഗ്വിസ്റ്റിക് ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്താ പറയുക രൂപം കൊണ്ടത്. ഓക്കെ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫീസർ ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 350B എന്ന് പറഞ്ഞത്. ഓക്കെ, ആർട്ടിക്കിൾ 350B എന്താണ്? ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫീസർ ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 350B. ഡിസംബർ 18 എന്ത്? ഓക്കെ, ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം എന്നാ ചോദിച്ചാൽ എന്താ പറയുക? ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമാണ് ഡിസംബർ 18 എന്ന് പറഞ്ഞത്. ഓക്കെ, ഡിസംബർ 18 ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ പ്രഥമ ചെയർമാനാണ് ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി. കാരണം മുഹമ്മദ് സാദിർ അലിയാണ് ആരാണ്? മുഹമ്മദ് സാദിർ അലിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ പ്രഥമ ചെയർമാൻ ആണ് ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി. ഓക്കെ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായ ആദ്യ മലയാളിയാണ് ആര്? വൈസ് ചെയർമാനായിട്ടുള്ള ആദ്യ മലയാളിയാണ് ആര്? ജോർജ് കുര്യനാണ്. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി ഓടിച്ച് നമുക്ക് പറയാം. ഓക്കെ, ഏതൊക്കെയാണ്? ഓക്കെ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ബുദ്ധമതം, സൊറാസ്ട്രിയൻസ് എന്നീ 5 മതങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നത്. 2014 ഓക്കെ ജൈനമതവും കൂടിയും അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ 6 മതവിഭാഗങ്ങൾക്കാണ് ന്യൂനപക്ഷ പദവിയുള്ളത്. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി 2005 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണെന്ത്? ഓക്കെ ജസ്റ്റിസ് സച്ചാർ കമ്മിറ്റി അല്ലെങ്കിൽ എന്താണ് രജീന്ദർ സച്ചാർ കമ്മിറ്റി എന്ന് പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയാനുള്ളത്? ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് അവകാശം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാ ചോദിച്ചാൽ എന്താ പറയുക? ആർട്ടിക്കിൾ 30. ഓക്കെ, ആർട്ടിക്കിൾ 30 അവർക്ക് മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് അവകാശം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 30 എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ 2004 ഒക്ടോബർ മാസം 2004 ഒക്ടോബർ 29 എന്ന് പറഞ്ഞത്. 2004 ഒക്ടോബർ 29 നാഷണൽ കമ്മീഷൻ ഫോർ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് രൂപം കൊണ്ടത് എന്നാണ്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫീസർ ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാ ചോദിച്ചാൽ ഏതാണ്? 350B ആണ്. ഓർത്തിരിക്കുക. ഇനി ഡിസംബർ 18 എന്ന് പറഞ്ഞത് എന്താണ്? ഡിസംബർ 18 എന്ന് പറഞ്ഞത് എന്താണ്? ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം. അവകാശ ദിനമാണ് ഡിസംബർ 18. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ പ്രഥമ ചെയർമാനാണ് ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി. ആരാണ്? ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ പ്രഥമ ചെയർമാനാണ് മുഹമ്മദ് സാദിർ അലി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ വൈസ് ചെയർമാനായ ആദ്യ മലയാളിയാണ് ആര്? ജോർജ് കുര്യൻ എന്ന് പറഞ്ഞത്. ആരാണ്? വൈസ് ചെയർമാനാണ് ആര്? ജോർജ് കുര്യൻ.
കെ ജോർജ് കുര്യൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. നിലവിലെ ദേശീയ കമ്മീഷൻ വൈസ് ചെയർമാനാണ് ആര്? അത്തീഫ് റഷീദ്. ആരാണ്? അത്തീഫ് റഷീദ്. ഓക്കെ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇപ്പോൾ? അത് ഇക്ബാൽ സിംഗ് ലാൽപുര. ആരാണ്? ഇക്ബാൽ. ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. അതിൻ്റെ വൈസ് ചെയർമാനാണ് ആര്? അത്തീഫ് റഷീദ്. അപ്പം നമ്മൾ നോക്കിയത് നാഷണൽ മൈനോറിറ്റി കമ്മീഷനെ കുറിച്ച് ആണ് നമ്മൾ നോക്കിയത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്